കേട്ടാണല്ലോ വന്നേക്കുന്നത്. ദശമൂല എന്റെ അടുത്ത് വേണ്ട നിന്റെ ദശമൂലം കത്തിയെടുത്ത് കഴിഞ്ഞാൽ കൂർക്കകൾ എടുക്കുന്നതിനേക്കാളും കഷ്ടമായിരിക്കും. നീ അത് മനസ്സിലാക്കിക്കോ. ഞാൻ വിഷകാരിയാടാ, വിഷകാരി. നീ ഒന്ന് കുത്തി നോക്ക്. എന്നാ പിടിച്ചോ വിഷകാരി. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങളെല്ലാവരും അടിപൊളിയായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ കഴിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തിട്ടാണ് പോയത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ ചാർജ് ഒക്കെ തീർന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എൻഡിങ് പോലെ ശരിക്കും വരയ്ക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മാത്രമല്ല നല്ല വെയിലും കൂടെ ആയിരുന്നുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. നല്ലതായിട്ട് മടുത്തായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനകത്ത് വെച്ച് നമ്മൾ നിർത്തിയ സംഭവം, അതായത് കത്തി വെച്ച് കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നേരിടാന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കൊലകളിയുടെ പ്രതികാരത്തിലേക്കായിരുന്നു നമ്മൾ അന്ന് ആ എപ്പിസോഡ് അവിടെ നിർത്തിയത്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കത്തിയുണ്ട്. അപ്പോൾ കത്തിയും കൊണ്ട് പല പ്രയോഗങ്ങളുണ്ട്. എന്ന് വെച്ചാൽ കത്തി വെച്ച് നമുക്ക് വേണം മേളിൽ നിന്ന് കുത്താം, അതുപോലെ തന്നെ കത്തി വെച്ച് വെട്ടാം. പക്ഷെ അതൊന്നും നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത് ഇപ്പം പറയുന്നില്ല. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് കത്തി വെച്ച് നേരെ ഇങ്ങനെ ഒരു കുത്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നത്. കാരണം ഒത്തിരി കാര്യങ്ങൾ ഒറ്റ വീഡിയോയ്ക്കകത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അത് ക്യാച്ച് ചെയ്തെടുക്കാനും പറ്റത്തില്ല. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് പറയുന്ന പോലെ ഇപ്പോൾ അതെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യ വീഡിയോ നമുക്ക് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളറിക്കകത്ത് നിർത്തിക്കുന്ന സംഭവമാണ്. അപ്പോൾ കളറിയിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ സംഭവം കാണിച്ചു തരുന്ന എല്ലാം ഫുള്ള് കളറിലുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂഷ്വൽ കളറിക്കുള്ളതുള്ളവർക്ക് തന്നെ നമ്മൾ കുത്താൻ വരുമ്പോൾ ഒരു ഒഴിവുണ്ട്. ആ ഒഴിവ് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ലോക്ക് ഇട്ടാണ്. ഈ കത്തി വേണം നമുക്ക് പിടിച്ചു വാങ്ങാം, അല്ല കത്തി അയാൾ ആയുധധാരിയായിട്ട് വരുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഈ സംഭവം താഴെ വീഴിക്കാം. അങ്ങനെ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ഇത് അറ്റാക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. അതായത് കത്തി ഒഴിഞ്ഞു മാറി കഴിഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഒഴിഞ്ഞു മാത്രം മാറിയിട്ട് അയാളുടെ കൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടുന്ന് ആ സീനിൽ നിന്ന് ഓടി രക്ഷപ്പെടാം. അപ്പോൾ രണ്ട് രീതിയുണ്ട്. ഒത്തിരി ഫർദർ ഡിലേ കൊടുക്കാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് വേഗം. ഓക്കെ, അപ്പോൾ കഴിച്ച് ഞങ്ങളിവിടെ ചെറിയൊരു ഡെമോ കാണിച്ചു തരാം. ഡെമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, അതേ കത്തി വെച്ച് കുത്താൻ വേണ്ടി വരുന്നു. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറുക. അപ്പോൾ ഒഴിവ് ആയുധധാരിയായ ഒരാൾ വന്ന് നിങ്ങൾ മാക്സിമം ഇങ്ങനെ കത്തിയൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്താൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെങ്കിലും വല്ല പൈസയ്ക്ക് ഉണ്ടെങ്കിൽ കൊടുത്താൽ വിട്ടേക്കുക. ഇനിയിപ്പോൾ അതല്ല ഒരു രക്ഷയില്ല. നിങ്ങൾ ചിലരെന്ന് പറഞ്ഞാൽ അങ്ങനെ പലരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം തീവ്രവാദികളല്ല ഈ കൊല്ലാൻ വരുന്നവന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ മാത്രമായിരിക്കില്ല, അവന്മാർ മിക്കവാറും നമ്മൾ കൊന്നിട്ടായിരിക്കും പൈസ എടുത്തുകൊണ്ട് പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് രക്ഷയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം തന്നെ ഒരു കുത്ത് വരുവാണ്. നേരെ കുത്തിങ്ങനെ വരുന്നു, ഒഴിവ് വരുമ്പം ഒഴിഞ്ഞു മാറി കൊടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ സ്റ്റെപ്പ് വെച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും. അത് നമ്മൾ കുറച്ചുകൂടെ ഇറങ്ങി എന്നിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും കുത്തി കഴിയുമ്പോഴുണ്ടോ ഇങ്ങനെ കുത്തുവാണ്. അപ്പം ഒരു സൈഡിലേക്ക് നിങ്ങൾ കാലെടുത്ത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒഴിയുന്നു. അപ്പോൾ നമ്മൾ ഒഴിയാൻ നേരത്തെ നമ്മൾ ഒത്തിരി നോക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒഴിവ് വരുമ്പോൾ നിങ്ങൾ നോക്കണം. ഒഴിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി ഇങ്ങനെ മാറി പോയി ഒഴിയരുത്. കാരണം ഇങ്ങനെ മാറി പോയി ഒഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പോണന്റിന് ഈ കത്തി ഇങ്ങനെ ഇവിടുന്ന് തന്നെ എടുത്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെയൊക്കെ വെട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഭയങ്കര സ്പീഡിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഒത്തിരി ടൈം കൊടുക്കരുത്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഒരുപാട് എനർജി നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ നമ്മളൊരാൾ കുത്താൻ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറിയിട്ട് അപ്പം തന്നെ നമ്മൾ ഈ സാധനം ലോക്ക് ഇടുവാണ് ചെയ്യുന്നത്. ഓപ്പോണന്റിന്റെ മാക്സിമം എത്രത്തോളം അടുത്ത് നമ്മൾ നിൽക്കുന്നു അത്രത്തോളം നമുക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓടി രക്ഷപ്പെടാന്ന് പറയുന്നത് മറ്റൊരു മാർഗ്ഗമാണ്. പക്ഷെ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ തന്നെയാണുള്ള പരിപാടിയാണെങ്കിൽ അങ്ങനെ ഓടി രക്ഷപ്പെടാനാണെങ്കിൽ ഓടിച്ചിട്ട് കുത്തുന്നവന്മാരൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ആയുധധാരിനെ അയാളുടെ കയ്യിൽ നിന്ന് നമ്മുടെ കൈ ഒടിച്ച് അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പോയിന്റ് തന്നെ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒഴിവ് കുത്തുന്നു ഒഴിഞ്ഞതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കൈ നിങ്ങൾ നോക്കിക്കോളൂ. എൻ്റെ ഇടത്തെ കൈ വെച്ച് ഓപ്പോണൻ്റെ കൈ നമ്മൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇനിയാണ് ബാക്കിയുള്ള സംഭവം. ഇപ്പോൾ ഇത്ര ലോക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതുണ്ടോ എൻ്റെ കൈ ഇവിടെ നേരെയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നേരെ വരുമ്പോൾ ഇപ്പോൾ ഇവന് ഇങ്ങോട്ട് പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ എൻ്റെ ഇവിടുന്ന് കണ്ടോ നമ്മുടെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആകുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. അത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് കൈ കത്തി വെച്ച് കുത്തുന്നു, കൈ കയറ്റി ഒറ്റ വലി ഇവിടുന്ന് വേണം ഒരു ഇടിയും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും അങ്ങോട്ട് ഞെളി. കാരണം നമ്മൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൈ സ്ട്രൈറ്റ് ആയിട്ട് വരും. നമ്മൾ ഇവിടുന്ന് ഒരു ഫോഴ്സ് നമ്മളിങ്ങനെ പുറകിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ ഇവിടെ വെച്ച് ഒടിഞ്ഞു പോകും. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയുടെ ഈ ഷോൾഡറിൻ്റെ ഇവിടെ വെച്ച് ഈ ഡെൽറ്റോയിഡ്സിന് ഇവിടെ വെച്ച് കൈ ഒടിഞ്ഞു പോകും. അങ്ങനെ ഈ കൈയുടെ ഈ ജോയിൻസ് ഫുൾ ഒടിഞ്ഞു പോകും. അപ്പോൾ ജോയിൻസ് അങ്ങനെ പോകുന്നതുകൊണ്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തി മുറുകെ പിടിച്ചേക്കുന്ന ഒരാളെ ആണെങ്കിൽ പോലും ലൂസായി പോകും. നമ്മൾ താഴെ വീണില്ലെങ്കിൽ പോലും ഈ കൈ ലൂസാകുന്നതുകൊണ്ട് നമുക്ക് ഈ കയ്യിൽ നിന്ന് തന്നെ സുഖമായിട്ട് മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് കാണിച്ചു തരാം. കുത്തുന്നു ഒഴിഞ്ഞു ഇതുണ്ടോ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ തന്നെ ലൂസായി കഴിയുമ്പോൾ നമുക്ക് ഈ കൈ ഇവിടെ വെറുതെ ഇരിക്കുമല്ലോ. ഈ കൈ വെച്ച് ഇങ്ങനെ എടുക്കുന്നു, അടുത്ത കൂടി കയറ്റി വെച്ച് നമുക്ക് ഇങ്ങനെ അയാളുടെ നേരെ നമുക്ക് കത്തി പോകാൻ പറ്റും. അപ്പോൾ അയാൾ ഒരു കൈ ഓൾറെഡി പോയി ഡിഫെൻഡിങ് എന്നുള്ള ഒരു ഓപ്ഷനിൽ നിന്ന് നേരെ നമ്മൾ അറ്റാക്കിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സംഭവം നിങ്ങൾക്ക് എന്ത് പറയാനും കാര്യം മനസ്സിലാക്കണം. ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കുത്തുന്നൊന്നും കൂടെ കാണിക്കണം. കുത്തുന്നൊന്നുകൂടെ ഞങ്ങൾ കാണിച്ചു തരാം. നോക്കിക്കോളൂ. അതായത് ഞാൻ കത്തി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ കത്തി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ പൊസിഷൻ റെഡി ആയിട്ട് നിന്നേക്കണം. ഇറക്കി ബാക്കിലോട്ട് വെച്ചിട്ടുണ്ടോ കറക്റ്റ് ഇങ്ങനെ അങ്ങ് തിരിഞ്ഞു. കറക്റ്റ് ഒരു 90 ഡിഗ്രി തിരിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 180 കൂടെ ടോട്ടൽ 180 ഡിഗ്രി തിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുണ്ടോ ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. ഇടിച്ച് കഴിയുമ്പോഴത്തേനും ഇവർ കൈ ലൂസാവും. ഞാൻ കത്തി മേടിക്കുന്നു, അടുത്ത ഒരു 180 ഡിഗ്രിയും കൂടെ. നല്ല മുറുക്കെ ആഞ്ഞടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയി പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതായിരുന്നു നമ്മുടെ
അറ്റാക്കിങ് ഡിഫെൻഡിങ് അറ്റാക്കിങ് നമ്മൾ പറഞ്ഞു തന്നു. 90+90 180 ഡിഗ്രി ടോട്ടൽ തിരിഞ്ഞു വരുമ്പോഴത്തേനും കത്തി നമ്മുടെ കയ്യിലിരിക്കും. അതാണ് കറക്റ്റ് സംഭവം. മാത്രമല്ല നമ്മുടെ കൈ ബാക്കിൽ ഓപ്പോണന്റിന്റെ കൈയുടെ രണ്ട് ഇവിടുന്ന് വിട്ടുപോകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ എൽബോസ് ഉണ്ടല്ലോ, ആ എൽബോസിന്റെ അവിടെ നിന്നും വിട്ടുപോകും. അപ്പോൾ അതായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള അറ്റാക്കിങ് ആൻഡ് ഡിഫെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ അതിന്റെ ചുവടുകളും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ സ്റ്റെപ്പിന്റെ കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവരെ കുത്താൻ വരുന്ന നടുക്ക് ഭാഗം നോക്കിയാണ് പഞ്ച് കുത്താൻ പോകുന്നത്. ഇത് കണ്ടോ 90 ഡിഗ്രി ഞാൻ തിരിഞ്ഞു. കറക്റ്റ് ഇവിടെ നിന്ന് ഞാൻ 90 ഡിഗ്രി കൂടെ തിരിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കൈ വെച്ചിട്ട് ഇവിടെ ഇടിക്കുന്നു. അപ്പോൾ തന്നെ ഇവൻ കൈ ലൂസ് ചെയ്യും. ആ ഇടിച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് സെയിം കൈ കൊണ്ട് എടുക്കുന്നു. ആ കാലെടുത്ത് ബാക്കിലോട്ട് വെക്കുന്നു. അപ്പോൾ ടോട്ടൽ 180 ഡിഗ്രി ഇത്രയും കേസുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് മാക്സിമം എത്ര സ്പീഡ് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ മാക്സിമം സ്പീഡ് എടുത്ത് ഇപ്പോൾ ഇങ്ങനെ ഓപ്പോണ്ട് നിൽക്കുവാണ്. മാക്സിമം സ്പീഡ് എടുത്ത് ഞാനൊന്ന് കുത്തി കാണിച്ചു തരാം. കൈസ് അത്രേ ഉള്ളൂ, സാധനം കയ്യിൽ നിന്ന് പോകും. ഇതിപ്പോൾ ഇവന് മുറുക്ക ചെയ്യാത്തത് കൊണ്ടാണ്. ഇനിയിപ്പോൾ മുറുക്ക കൈ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ ഊരി പോകും. എൻ്റെ ബോഡിയോട് ചേർത്ത് തന്നെ പിടിച്ചിപ്പോൾ ബോഡിയിൽ നിന്ന് അകന്നു പോയി. കാരണം നമ്മൾ അത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമായിട്ട് ബോഡിയിൽ നിന്ന് അകന്നു പോയി. നമ്മൾ കുറച്ച് സേഫ്റ്റി മെഷർമെന്റും കൂടെ എടുക്കുന്നുണ്ട്. ബോഡിയോട് ചേർത്ത് തന്നെ അങ്ങ് ചെയ്യുവാണെങ്കിൽ നീ കുത്തിക്കണം. ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. ബോഡിയോട് ചേർത്ത് തന്നെ കുത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ബോഡിയോട് ചേർന്ന് തന്നെ എന്നിട്ട് ഇങ്ങനെ കുത്തുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇത് ഒടിഞ്ഞു പോകും. ഗൈസ് വളരെ എഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രിക്കാണ്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് ശേഷം മാത്രം നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. കാരണം എപ്പോഴും നമ്മളിങ്ങനെ ആരും കത്തി വെച്ചൊന്നും കുത്താൻ വരാറില്ല. പക്ഷേ എന്നാലും നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട വളരെ നല്ലൊരു കാര്യം. ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമുക്കിനി റിയൽ ടൈം റിയൽ ടൈം ബ്ലഡ് ചെക്ക്. എന്താ ദശമൂല ഈ വഴിക്കൊക്കെ മോനെ ദാമു, 1 ഔൺസ് ദശമൂല. നീ ചോദിക്കുമ്പോൾ എടുത്ത് തരാം. ഇത് സത്രമൊന്നുമല്ല, കാശ് കുറേ തരാനുണ്ട്. ദാമു കാശോ? ദശമൂലം പലയിടത്തുനിന്ന് അരിഷ്ടം കഴിക്കാറുണ്ടാ, പക്ഷേ എന്നോട് അങ്ങനെ കാശ് ആരും ചോദിക്കാറില്ല. നമ്മളൊക്കെ അമേരിക്ക ഉപ്പാവ് നിന്ന് ജീവിക്കുന്ന ഭാഗങ്ങളല്ലേ ദശമൂല. ദാമു, നിനക്ക് എൻ്റെ കാര്യം അറിയാലോ. എൻ്റെ പേര് ദശമൂലം എന്നാ. കൊട്ടേഷന് പോകുന്നതിന് മുമ്പ് ഒരാൾ ഔൺസ് ദശമൂലാരിഷ്ടം കഴിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്നാണ് ചിലർ പറയുന്നത്. പക്ഷെ സത്യം അതല്ല. ഒരുത്തനെ വെട്ടിക്കൂട്ടി അവൻ്റെ ദശമൊത്തം ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടുകൊണ്ടാണ് എന്നെ അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റു ചിലർ പറയാറുണ്ട്. അപ്പോൾ ഈ ദശമൂലത്തിൻ്റെ ദശമൊത്തം ഒരു മൂലയ്ക്ക് കൂട്ടിയാലോ? അയ്യോ മോനെ, നീ കുറച്ച് കൂട്ടിയ കൂടുതലല്ലോടാ അത്. പൊന്നു മോനെ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പൈസ വെച്ചിട്ട് പോയാൽ നീ ഇവിടുന്ന്. എടാ, നിന്നെ അന്നേ ഞാൻ നോക്കി വെച്ചിരുന്ന. നീ അന്ന് എന്നെ പോലീസുകാർ ആ കൊലക്കേസിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ നീ അല്ലടാ കൈ നോക്കി ടാറ്റ കാണിച്ചവൻ. ഞാൻ കൈ പഠിക്കും, ബിസിലും അടിക്കും, വേണ്ടി വന്ന് നിന്റെ കർണത്ത് പഠിക്കും. നിനക്ക് കാണണോ? എന്നാ പിന്നെ ദശമൂലത്തിന്റെ കത്തിയുടെ ചൂട് നീ അറിയുന്നു. കത്തിയൊക്കെ ആയിട്ടാണല്ലോ വന്നേക്കുന്നത്. ദശമൂല എൻ്റെ അടുത്ത് വേണ്ട നിന്റെ. ദശമൂലം കത്തി എടുത്തു കഴിഞ്ഞാൽ കൂർക്കകൾ എടുക്കുന്നതിനേക്കാളും കഷ്ടമായിരിക്കും. നീ അത് മനസ്സിലാക്കിക്കോ. ഞാൻ വിഷകാരിയാടാ, വിഷകാരി. നീ ഒന്ന് കുത്തി നോക്ക്. എന്നാ പിടിച്ചോ വിഷകാരി. ഇപ്പൊ ഒരു ബസ്സുണ്ട്, പിടിച്ചാൽ കിട്ടും. കത്തിയോടെ ഇരിക്കട്ടെ. പറയണ്ട, അവൻ്റെ കത്തിയും ദശമൂലും അരിഷ്ടം തരുന്നുണ്ടോ? കേട്ടാ, ഇതേ കിടക്കും നിന്റെ കത്തി. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആരിലും ഇനി കത്തി കൊണ്ട് കുത്താൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ സാധനം കയറി അപ്ലൈ ചെയ്തേക്കുക. ഫ്രണ്ട്സ്, ഞങ്ങൾ ചുമ്മാ പറഞ്ഞാണ്, നിങ്ങൾ ഇത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്തെങ്കിലും നമ്മൾ ആരും കുത്താനും പോകരുത് പ്രതീക്ഷിക്കാം. കുത്താൻ വരത്തില്ലെന്ന് കരുതി നമ്മൾ ആരെയും കുത്താനും പോകരുത്. അതുപോലെ ഞങ്ങൾ ഈ സെൽഫ് ഡിഫൻസ് ടെക്നിക്സ് ഒക്കെ കാണിച്ചു തരുന്നത് നമ്മൾ പോയി പുറത്ത് പോയി അലമ്പുണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കറിയാം, ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മോഷണങ്ങളുടെ ഒക്കെ അളവ് കൂടുന്നുണ്ട്. പല സ്ഥലത്തു നിന്നൊക്കെ ആളുകളൊന്നും മോഷണമൊക്കെ, ഇപ്പോൾ നമ്മളിവിടെ തന്നെ ആണെങ്കിലും മോഷണമൊക്കെ കൂടി വരുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് സെൽഫ് ഡിഫൻസുകൾ. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നല്ല സൂപ്പറായിട്ടിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. യു ഗൈസ് ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹൈഡ്രേറ്റഡ്. Till then, this is bye bye from Malayalam.how.